വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. അപ്പോൾ IBPS ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ വന്നു. ഇനി അതിനുശേഷം നമുക്കത് അപ്ലൈ ചെയ്യണം അല്ലെ? തെറ്റുകൂടാതെ ഓൺലൈനായിട്ട് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ അയക്കുക? ഒരുപാട് തുടക്കക്കാർ ഈ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും. ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്നവരുണ്ടായിരിക്കും, ആദ്യമായിട്ട് എക്സാം അപ്ലൈ ചെയ്യുന്നവരുണ്ടായിരിക്കും. സോ തെറ്റുകൂടാതെ നമ്മൾ എങ്ങനെയാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ അയക്കേണ്ടത്? IBPS ക്ലർക്ക് ആകുമ്പോൾ നമുക്കറിയാം സ്റ്റേറ്റ് വൈസ് ആണ് വേക്കൻസി വിളിക്കുക. അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യണം, അതേപോലെ ബാങ്കിന്റെ പ്രിഫറൻസ് എങ്ങനെ കൊടുക്കണം, എല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിൽ നോക്കാം. നേരത്തെ IBPS PO വന്ന സമയത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ബാങ്കിന്റെ പ്രിഫറൻസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ. ഇവിടെയും നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ആദ്യമായിട്ട് എക്സാം എഴുതുന്നവർക്ക് അല്ലെങ്കിൽ എക്സാം എഴുതാൻ പോകുന്നവർക്ക് നമുക്ക് ഓൺലൈനായിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെയാണ് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റുക? നമുക്ക് 1-ാം തീയതി മുതൽ, അതായത് ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 21 വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ഈ തീയതിക്കുള്ളിൽ തന്നെ നമ്മൾ ഫീസും അടച്ചിട്ടുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എക്സാമിന് എന്ത് വരത്തുള്ളൂ? അഡ്മിറ്റ് കാർഡ് വരത്തുള്ളൂ. നമ്മുടെ പ്രിലിംസിന്റെ എക്സാം എന്ന് പറയുന്നത് നമുക്ക് ഒക്ടോബറിൽ കാണും. അതേപോലെ തന്നെ മെയിൻസ് എന്ന് പറയുന്നത് നവംബറിൽ കാണും. ഫൈനൽ അലോട്ട്മെന്റ് മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ 1 വരും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇത് നമ്മൾ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഓൺലൈനായിട്ട് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമ്മുടെ കയ്യിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കരുതി വെച്ചിരിക്കണം. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ കയ്യിൽ വേണ്ട കാര്യങ്ങൾ? നമ്മളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, നമ്മളുടെ സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, ദെൻ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ, SLCയുടെ നമ്മളുടെ സർട്ടിഫിക്കറ്റിന്റെ PDF. അപ്പൊ ഇതിന്റെ സൈസും കാര്യങ്ങളും ഒക്കെ നമുക്ക് പറയാം. ആദ്യം തന്നെ നമുക്ക് ഫോട്ടോഗ്രാഫിലേക്ക് പോകാം. അപ്പൊ നമ്മളുടെ റീസെന്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ. അപ്പൊ നമുക്ക് ഏത് ബാങ്ക് എക്സാംസിന് പോയാലും ഇനി അങ്ങോട്ട് ഒരുപാട് ബാങ്ക് എക്സാംസ് ഉണ്ട് അല്ലെ? IBPS മാത്രമല്ല, RRBക്കാണെങ്കിലും RRB PO, RRB ക്ലർക്ക്, ഇതിനെല്ലാം പോകുമ്പോൾ നമുക്ക് അഡ്മിറ്റ് കാർഡിലും ഫോട്ടോ ഒട്ടിക്കണം. അത് കൂടാതെ നമുക്ക് എക്സാം സെന്ററിൽ കൊണ്ടുപോകാനും വേണം. സോ നിങ്ങൾ ഫോട്ടോ ഇപ്പൊ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു കൂടുതൽ കോപ്പി കയ്യിൽ കരുതുക. ഫോട്ടോ എടുത്തതിന് ശേഷം അതേ ഫോട്ടോ നിങ്ങൾ എന്ത് ചെയ്യുക? മെയിൽ ചെയ്തും നിങ്ങൾ നിങ്ങളുടെ മെയിൽ ID വാങ്ങിച്ചു വെക്കുക. എന്നിട്ട് ഈ പറയുന്ന പിക്സൽ, അതായത് പറയുന്ന സൈസിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് നമ്മൾ നമ്മുടെ മെയിലിൽ അറ്റാച്ച് ചെയ്തിട്ടിരിക്കുക. അപ്പൊ മുന്നോട്ട് വരുന്ന എല്ലാ എക്സാംസിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് തന്നെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ ഫോട്ടോഗ്രാഫിന്റെ സൈസ് സെന്റിമീറ്ററിലാണ് എന്നുണ്ടെങ്കിൽ 4.5 × 3.5 സെന്റിമീറ്റർ ആയിരിക്കണം. പിന്നെ റീസെന്റ് കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പറ്റില്ല. നമ്മൾ ഫോട്ടോ എടുക്കുന്നത് ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് പ്രിഫർ ചെയ്യാനാണ് അവർ പറയുന്നത്. വൈറ്റോ അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂവോ, വൈറ്റ് തന്നെ എടുക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മളുടെ ഫേസ് നമ്മളാണ് എന്ന് ഉള്ളത് ആ ഫോട്ടോ നോക്കുമ്പോൾ മനസ്സിലായിരിക്കണം. അപ്പോൾ അത് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ എന്തായാലും ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക? സ്റ്റുഡിയോയിൽ നിന്ന് ഫോട്ടോ കിട്ടുക. ഓക്കെ, പിന്നെ ഈ നമ്മൾ ജസ്റ്റ് ഫോണിലൊക്കെ എടുത്ത സെൽഫിയൊക്കെ ചിലർ അപ്ലോഡ് ചെയ്യണമെങ്കിൽ കറക്റ്റ് ആയിരിക്കണം. അപ്പം നല്ലൊരു ഫോട്ടോ, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മൾ സ്റ്റുഡിയോ പോയി എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. മുന്നോട്ട് ഒരുപാട് എക്സാംസിന് നമുക്കിത് ഒട്ടിക്കാനും ഉണ്ട്. സോ അത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇനി നമ്മൾ ഡയമെൻഷൻസ് പറയുകയാണെങ്കിൽ വേണ്ട, ഇവിടെ പറഞ്ഞിട്ടുണ്ട് 200 × 230 ആണ് നമ്മളുടെ സൈസ് എന്ന് പറയുന്നത് പിക്സൽസിൽ. പിന്നെ അതേപോലെ ഇതിന്റെ KB എന്ന് പറയുന്നത് 20 KB-ക്കും 50 KB-ക്കും ഇടയിലായിരിക്കണം. ഇപ്പൊ നിങ്ങൾ സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുത്തിട്ട് അവർ മെയിൽ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ ഇതേ സൈസിലേക്ക് നിങ്ങൾക്ക് പെയിന്റിലൊക്കെ ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഈ സൈസിലേക്ക് നിങ്ങൾക്ക് റീസൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അഥവാ നിങ്ങൾക്ക് അതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കഫേയിൽ ചെന്നിട്ട് ഈ സൈസിൽ ആക്കി തരാൻ പറഞ്ഞാൽ മതി. എന്നിട്ട് അത് ഇപ്പം നമ്മുടെ ഫോട്ടോഗ്രാഫ് ആണെങ്കിലും സിഗ്നേച്ചർ ആണെങ്കിലും ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ആണെങ്കിലും എല്ലാം ഈ ഒരു സൈസിലാക്കി നിങ്ങൾ മെയിലിൽ അറ്റാച്ച് ചെയ്തിട്ടേക്കാം. ദെൻ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ റീസെന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ആയിരിക്കണം, അതേപോലെ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. ദെൻ അതിന്റെ സൈസ് എന്ന് പറയുന്നത് 20 KB-ക്കും 50 KB-ക്കും ഇടയിലായിരിക്കണം. പിക്സലിലാണെങ്കിൽ 200 × 230 എങ്കിൽ മാത്രമേ ഇത് അപ്ലോഡ് ആകത്തുള്ളൂ. പിന്നെ നമ്മുടെ ഫേസ് കറക്റ്റ് ആയിരിക്കണം. നമ്മുടെ ഫേസ് കറക്റ്റ് കാണാത്ത രീതിയിലുള്ള ഫോട്ടോസ് എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പാടില്ല. നല്ല ലൈറ്റ് ഒക്കെ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഇവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ അപ്ലോഡിങ് ഡോക്യുമെന്റ്സിൻ്റെ അതിൽ പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങളാണ്. നിങ്ങൾ അതും ഒന്ന് എടുത്ത് എന്ത് ചെയ്യുക? വായിച്ചു നോക്കുക. ദെൻ അതിനുശേഷം നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ മാത്രം പോരാ, നമ്മളാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് ഉറപ്പാക്കാനായിട്ട് ഫോട്ടോ ക്യാപ്ചറിങ് ഉണ്ട്. അപ്പോൾ അത് ഫോൺ വഴിയും നമുക്ക് പറ്റും. അതേപോലെ തന്നെ നമുക്ക് വെബ് ക്യാം വഴി, ഫോൺ വഴി ലിങ്ക് വെച്ചിട്ടും നമുക്ക് ക്യാപ്ചർ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലാപ്പിന്റെ ക്യാമറ വഴിയും ഫോട്ടോ എന്ത് ചെയ്യാം? നമുക്ക് ക്യാപ്ചർ ചെയ്യാം. അപ്പോൾ അത് ഞാൻ അപ്ലൈ ചെയ്യുന്ന
ഇതിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം നമ്മൾ ആ ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് നോക്കിക്കേ. എൻഷുർ ദി ഫോട്ടോ ഈസ് ക്യാപ്ചേർഡ് അഗൈൻസ്റ്റ് എ ലൈറ്റ് കളർഡ് പ്രിഫറബിളി വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. അപ്പം നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പ്രോപ്പർ വൈറ്റ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വെബ് ക്യാം അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലേക്കാണ് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. നമ്മൾ വേറെ എവിടോട്ടെങ്കിലും നോക്കിയിരുന്നിട്ടുള്ള സെൽഫി പോലെ എടുക്കരുതെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ദെൻ ഫോട്ടോഗ്രാഫ് ഷുഡ് ബി ഓഫ് പാസ്പോർട്ട് സൈസ്. അതേപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കണം, അല്ലാതെ ഫുൾ ലെങ്ത് ഫോട്ടോ അല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്യാപ്ചർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ അവർ ഡൂസും ഡോൺസും ആ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഫോട്ടോ ക്യാപ്ചർ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ക്യാമറയിലേക്ക് സ്ട്രെയിറ്റ് നോക്കുക, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഇവിടെ പറയുന്നുണ്ട്. നോക്കിക്കേ, സ്മോൾ സൈസ് ഫോട്ടോഗ്രാഫ് നോട്ട് ബി അപ്ലോഡഡ്. നമ്മളിപ്പം അങ്ങോട്ട് മാറ്റി വെച്ച് വളരെ നമ്മളുടെ കുഞ്ഞൊരു ഫോട്ടോഗ്രാഫ് നമ്മളാണെന്ന് പോലും മനസ്സിലാകാൻ പറ്റാത്ത രീതിയിൽ ക്യാപ്ചർ ചെയ്യരുത്. പിന്നെ നമ്മൾ എന്തെങ്കിലും സ്പെക്ടക്കിൾസ് വെച്ചിട്ടോ, അത് നേരത്തെയും പറഞ്ഞത് നമ്മൾ കളർ ഗ്ലാസോ അല്ലെങ്കിൽ കൂളിംഗ് ഗ്ലാസോ ഒന്നും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഫോട്ടോ എടുക്കാൻ പാടില്ല. പിന്നെ അതേപോലെ നമ്മളുടെ ഫേസിലേക്ക് എന്തെങ്കിലും ഷാഡോ ഒന്നും വന്ന് വീഴുന്ന ടൈപ്പ് ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ലൈറ്റ്നിങ് ഒന്നും ഇല്ല, ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിലാണ് ആ ഒരു രീതിയിൽ നമ്മളാണെന്ന് മനസ്സിലാകാത്ത രീതിയിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഫോട്ടോ എടുക്കരുത്. അപ്പോൾ ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല ലൈറ്റ് ഉള്ള സ്ഥലത്ത് നിന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്ലൈ ചെയ്യുന്ന കൂട്ടത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫോട്ടോ ക്യാപ്ചർ ചെയ്യേണ്ടത്. ഇത് എന്തൊക്കെ വേണം എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ഇതിന് ശേഷം അപ്ലൈ ചെയ്യുന്നതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും. ഓക്കെ, ഇനി ദെൻ അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ സിഗ്നേച്ചർ ആണ്. അപ്പൊ നമ്മൾ ഒരു വൈറ്റ് പേപ്പറിൽ ശ്രദ്ധിച്ചോണം, വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ സൈൻ ചെയ്യേണ്ടത്. നോക്കിക്കേ, ആപ്ലിക്കൻ ഹാസ് ടു സൈൻ എ വൈറ്റ് പേപ്പർ വിത്ത് ബ്ലാക്ക് എൻഡ്. ബ്ലാക്ക് ഇങ്ക് കൊണ്ടായിരിക്കണം നമ്മൾ സൈൻ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നമ്മളുടെ സിഗ്നേച്ചർ എന്തിലിടാൻ പാടില്ല, ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ഇടാൻ പാടില്ല. ഇപ്പോൾ എൻ്റെ സൈൻ എന്ന് പറയുന്നത് വേണ്ട, ഇപ്പം അഞ്ജു എന്ന് ഞാൻ ഇങ്ങനെ എഴുതി, അല്ലാതെ ഞാൻ ഇങ്ങനെ ക്യാപിറ്റൽ ANCHU എന്നിങ്ങനെ എഴുതാൻ പാടില്ല എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഫുള്ള് ക്യാപിറ്റൽ ലെറ്റർ ആകാൻ പാടില്ല. നമ്മുടെ റണ്ണിങ് ലെറ്ററിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സൈൻ ചെയ്യേണ്ടത്. ഇനി അതിന്റെ സൈസ് പറഞ്ഞിട്ടുണ്ട്, 140x60 പിക്സൽ ആയിരിക്കണം. ആൻഡ് KB എന്ന് പറയുന്നത് 10 KBക്കും 20 KBക്കും ഇടയിലായിരിക്കണം. ഈ സൈസിലാണെങ്കിൽ മാത്രമേ ഇത് അപ്ലോഡ് ആകൂ. സോ വൺ ടൈം നിങ്ങൾ ഇത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന എല്ലാത്തിനും നിങ്ങൾക്ക് ഇതേ കാര്യം തന്നെ യൂസ് ചെയ്യാം. ഇനി അതെ, ഇത്രയാണ് നമ്മൾ സൈനിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ഇങ്ക് വെച്ചിട്ട് എഴുതുക, ക്യാപിറ്റൽ ലെറ്ററിലാകാൻ പാടില്ല, ഈ സൈസിൽ മെയിൻറ്റെയിൻ ചെയ്യാം. ദെൻ അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ലെഫ്റ്റ് തം ഇംപ്രഷൻ. ഇതേപോലെ തന്നെ നമുക്ക് വൈറ്റ് പേപ്പറിൽ നോക്കിക്കേ, ബ്ലാക്ക് ഓർ വൈറ്റ് ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് ഓർ ബ്ലൂ ഇങ്ക് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലെഫ്റ്റ് തം ഇംപ്രഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അത് ബ്ലാക്ക് ആണെങ്കിലും ബ്ലൂ ആണെങ്കിലും വൈറ്റ് പേപ്പറിൽ നിങ്ങൾ ചെയ്താൽ മതി, ഏതാണെങ്കിലും പ്രശ്നമില്ല. നമ്മുടെ ടൈപ്പ് എന്ന് പറയുന്നത് JPG അല്ലെങ്കിൽ JPEG ടൈപ്പ് ആയിരിക്കണം. നമ്മുടെ ഫോട്ടോയും അത് തന്നെ, ഫോട്ടോയും സിഗ്നേച്ചറും അത് തന്നെ. ദെൻ ഇതിന്റെ ഡയമെൻഷൻസ് പറഞ്ഞിട്ടുണ്ട്, 240x240 പിക്സൽസ് ആയിരിക്കണം. ദെൻ ഫയൽ സൈസ് 20 KBക്കും 50 KBക്കും ഇടയിലായിരിക്കണം. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. ദെൻ അടുത്തതിലേക്ക് വരാം, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ. അപ്പൊ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷനകത്തിൽ ഇവിടെ പറയുന്ന കാര്യം നോക്കുക, നമ്മുടെ ഫയൽ ടൈപ്പും JPG അല്ലെങ്കിൽ JPEG ടൈപ്പ് ആയിരിക്കണം. ഇവിടെ നോക്കിക്കേ, 800x400 പിക്സൽസ് ആയിരിക്കണം നമ്മുടെ സൈസ് പറയുന്നത്. ദെൻ 50 KBക്കും 100 KBക്കും ഇടയിലായിരിക്കണം ഫയൽ സൈസ്. ഇനി ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്ററിലാകരുത്. നമ്മൾ ഫുള്ള് ക്യാപിറ്റൽ ലെറ്ററിൽ എന്ത് ചെയ്യാൻ പാടില്ല, എഴുതി വെക്കാനായിട്ട് പാടില്ല. നമ്മുടെ റണ്ണിങ് ഹാൻഡ് റൈറ്റിംഗിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മുടെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ എഴുതാനായിട്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ എന്താണ് നമ്മൾ എഴുതേണ്ടത് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാനാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ എൻ്റെ പേര് എഴുതുക, I അഞ്ജു R. ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ റണ്ണിങ് ഹാൻഡ് റൈറ്റിംഗിൽ എഴുതണം, അല്ലാതെ ഇത് പ്രിന്റ് എടുക്കുക അല്ല ചെയ്യേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ റണ്ണിങ് ഹാൻഡ് റൈറ്റിംഗിൽ ഇപ്പൊ I അഞ്ജു R, എൻ്റെ പേരെന്താണോ, ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഓൾ ദി ഇൻഫർമേഷൻ സബ്മിറ്റഡ് ബൈ മീ ഇൻ ദി ആപ്ലിക്കേഷൻ ഫോം ഈസ് കറക്റ്റ്, ട്രൂ ആൻഡ് വാലിഡ്. I will present the supporting documents as and when required. ഇത് നമ്മളുടെ സ്വന്തം റണ്ണിങ് ഹാൻഡ് റൈറ്റിംഗിൽ എന്ത് ചെയ്യുക, എങ്ങനെ എഴുതണം എന്നാ പറഞ്ഞേക്കുന്നത്, വൈറ്റ് പേപ്പറിൽ വിത്ത് ബ്ലാക്കിംഗ്. വൈറ്റ് പേപ്പറിൽ വിത്ത് ബ്ലാക്കിംഗ്. നമ്മൾ സിഗ്നേച്ചറിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ഇങ്ക് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ എഴുതി ഈ സൈസിലാക്കി സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ,
യെസ്. ഇനി നമുക്ക് വേണ്ടത്, നമുക്ക് ഈ കൊല്ലം SLCയുടെ PDF കൂടെ നമുക്ക് എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. അത് PDF ഫോർമാറ്റിലാണ്, JPG ടൈപ്പ് അല്ല. അപ്പോൾ ഫയൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇവിടെ PDF ആണ്. പിന്നെ A4 സൈസിലായിരിക്കണം. മാക്സിമം സൈസ് എന്ന് പറയുന്നത് 500 KB ആകാനേ പാടുള്ളൂ. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് അയക്കുന്നതിന് മുന്നേ. ഇനി നമ്മളുടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരിക്കണം. പക്ഷെ റിസൾട്ടിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട. പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് റിസൾട്ടിന്റെ ഡേറ്റ് നമുക്ക് കൊടുക്കണം. അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റിലുള്ള ഡേറ്റ് ഏതാണോ അത് കൊടുക്കണം. ആൻഡ് പാസ് പെർസെൻറ്റേജ്, എത്ര പെർസെൻറ്റേജ് നമുക്കുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് വന്നതേ ഉള്ളൂ, സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് എന്നാണോ വന്നിട്ടുള്ളത് ആ ഡേറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ കൊടുക്കാം. പക്ഷെ അവർ പറഞ്ഞിട്ടുള്ള ഡേറ്റിൽ നമുക്ക് എന്ത് ചെയ്തിരിക്കണം, നമ്മൾ പാസ്സായി എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സമയത്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാൻ പറ്റണം. ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. ഇനിയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബാങ്കിന്റെ പ്രിഫറൻസ് എങ്ങനെയാണ് കൊടുക്കുക. അപ്പോൾ IBPS PO അപ്ലൈ ചെയ്തപ്പോഴും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരിക്കലും വേക്കൻസി മാത്രം നോക്കിയിട്ടല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബാങ്കിന്റെ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ബാങ്കിന്റെ പ്രിഫറൻസ് വേക്കൻസിയെ മാത്രമല്ല, ബാങ്കിന്റെ പ്രോഫിറ്റബിലിറ്റി, ബാങ്കിന്റെ ഗ്രോത്ത്, എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് വേണം. ഇപ്പം നമ്മളുടെ കരിയർ ഗ്രോത്തും കാര്യങ്ങളും പ്രോഫിറ്റബിലിറ്റിയും ബിസിനസ്സും ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഏത് ബാങ്ക് പ്രിഫറൻസിൽ, അല്ലെങ്കിൽ ആദ്യം ഏത് കൊടുക്കണം, രണ്ടാമത് ഏത് കൊടുക്കണം. അല്ലാതെ വേക്കൻസി എന്നൊരു കാര്യം മാത്രം നോക്കിയിട്ടല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബാങ്കിന്റെ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ വന്നിരിക്കുന്ന IBPS ക്ലർക്കാണ്, അത് സ്റ്റേറ്റ് വൈസ് വേക്കൻസിയാ. അപ്പോൾ സ്റ്റേറ്റ് വൈസ് വേക്കൻസി എന്ന് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോളുക, നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഏത് സ്റ്റേറ്റ് ആണോ അവിടുത്തെ ലാംഗ്വേജ് നമുക്ക് നല്ല വ്യക്തമായിട്ട് അറിയണം. എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിയണം. ഈ കൊല്ലം തൊട്ട് LPT ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ ഏത് സ്റ്റേറ്റിലേക്കാണോ, നിങ്ങളിപ്പം കേരളത്തിൽ മാത്രമേ അപ്ലൈ ചെയ്യാവൂ എന്ന് ഞാൻ നിർബന്ധം പറയുകയല്ല. പക്ഷേ നമ്മൾ തമിഴ്നാട് അപ്ലൈ ചെയ്താലും അല്ലെങ്കിൽ കർണാടക അപ്ലൈ ചെയ്താലും അവിടെയൊക്കെ വേക്കൻസി കൂടുതലാണ്. പക്ഷെ അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് നന്നായിട്ട് അറിയാം എന്ന് ഉറപ്പ് വരുത്തണം. ഒരുപാട് സമയം നമുക്ക് പഠിക്കാനായിട്ട് പിന്നീട് കിട്ടില്ല. കാരണം നമ്മുടെ മെയിൻസിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞ് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും അതേപോലെ തന്നെ LPT ഉണ്ടാകും. അതിനുശേഷം മാത്രമേ ജോയിനിങ് ഉണ്ടാകൂ. അപ്പം LPT ഫെയിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ജോയിനിങ് കിട്ടില്ല. ആ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. പ്രിലിംസും മെയിൻസും എല്ലാം കിട്ടി, LPTയിൽ മാത്രം നമ്മൾ കിട്ടാതെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. നിങ്ങൾ തമിഴ്നാടാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം വേറെ ഭാഷ നിങ്ങൾക്ക് പഠിക്കാൻ ഓക്കെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കേരളം തന്നെ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. ഏത് വേണമെങ്കിലും കൊടുക്കാം. ഒറ്റ കാര്യമേ ഉള്ളൂ, അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് നമുക്ക് അറിവുണ്ടായിരിക്കണം. എടുത്തവർ ചോദിക്കുന്നുണ്ട്, എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിയണം. ഇവിടെ ഇപ്പൊ ഞാൻ കേരളത്തിലെ കാര്യമാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത്. നമുക്കറിയാം ടോട്ടൽ ഇവിടുത്തെ വേക്കൻസി 330 ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ വേക്കൻസി നമുക്ക് കാണുന്നത് കാനറ ബാങ്കാണ്, അല്ലെ? കാനറ ബാങ്ക് വേക്കൻസിയിൽ മാത്രമല്ല, പ്രോഫിറ്റബിലിറ്റി നോക്കിയാലും ഗ്രോത്ത് നോക്കിയാലും ഒക്കെ എന്താണ്, ടോപ്പ് പൊസിഷനിൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കാനറ ബാങ്കിന് കൊടുക്കാം. ഇവിടെ വേക്കൻസി ഉണ്ട്, പ്രോഫിറ്റബിലിറ്റി നോക്കിയാലും അല്ലെങ്കിൽ ഗ്രോത്ത് നോക്കിയാലും ഏറ്റവും ടോപ്പ് 3 പൊസിഷനിൽ നമുക്ക് പറയാൻ പറ്റുന്ന ബാങ്കാണ് കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ ആൻഡ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ കേരളത്തിൽ കൂടുതൽ ബ്രാഞ്ചസും ഉണ്ട്, നമുക്ക് വേക്കൻസി കൂടുതലുള്ളത് കൊണ്ട് ആദ്യം കാനറ ബാങ്ക് കൊടുക്കാം. ബെറ്റർ ഗ്രോത്തും ആണ്, പ്രോഫിറ്റബിലിറ്റിയും എല്ലാ കാര്യത്തിലും ടോപ്പ് പൊസിഷനിലാണ്. ദെൻ അതിനുശേഷം യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇവിടെ നമുക്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇവിടുത്തെ കേസിൽ നമുക്ക് വേക്കൻസി 50 ഉണ്ട്. അത്യാവശ്യം ഗ്രോത്തും കാര്യങ്ങളും ഉള്ള ബാങ്ക് തന്നെയാണ്. സോ അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് അത് കൊടുത്തേക്കുന്നത്. ദെൻ ബാങ്ക് ഓഫ് ബറോഡ, പഞ്ചാബ് നാഷണൽ ബാങ്ക് ഗ്രോത്തിന്റെ കേസിൽ ബെറ്റർ ആയതുകൊണ്ടാണ് അവിടെ നമുക്ക് കേരളത്തിൽ വേക്കൻസി കുറവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അപ്പൊ ഞാൻ ഇത് പറഞ്ഞിരിക്കുന്ന ഒരു ജസ്റ്റ് ഒരു സജസ്റ്റഡ് വൺ, നിങ്ങളുടെ ഇഷ്ടത്തിന്. നിങ്ങൾക്കിപ്പം ഇപ്പം ആദ്യം എനിക്കിഷ്ടമുള്ളത് വേറൊരു ബാങ്കാണ്, എനിക്ക് ആഗ്രഹം അവിടെയായിരുന്നു കുഞ്ഞിലെ ജോലി ചെയ്യാൻ, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കൊടുക്കാം. ഞാൻ പറഞ്ഞ കാര്യം ഒറ്റ കാര്യമേ ഉള്ളൂ, വേക്കൻസി മാത്രമായിരിക്കരുത്. നമ്മളുടെ ഒരു കരിയർ ഗ്രോത്തും ബിസിനസ് ഗ്രോത്തും എല്ലാം, ബാങ്കിന്റെ ബിസിനസ് ഗ്രോത്തും ഒക്കെ നോക്കിയിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ആ ഒരു കാര്യം മാത്രമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ദെൻ ഇവിടെ നമുക്ക് 2 ബാങ്ക് നോട്ട് റിപ്പോർട്ടഡാ, അല്ലേ? ഇന്ത്യൻ ബാങ്കും യൂക്കോ ബാങ്കും എന്ത് ചെയ്തിട്ടില്ല, വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഉറപ്പായിട്ട് മുന്നോട്ടേക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ അതിനുശേഷം ഇന്ത്യൻ ബാങ്കാണ് കൊടുത്തേക്കുന്നത്. ദെൻ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കുറച്ചും കൂടെ വേക്കൻസി ഉണ്ട് നമുക്ക്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിഫറൻസ് കൊടുക്കുക. ഈ ഒരു കാര്യമാണ്. അപ്പോൾ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നമുക്ക് പറയാൻ പറ്റുന്ന ബാങ്ക് എന്ന് പറയുന്നത് കാനറ ബാങ്കും അതേപോലെ ബാങ്ക് ഓഫ് ബറോഡ, ദെൻ പഞ്ചാബ് നാഷണൽ ബാങ്ക്, ദെൻ അതേപോലെ തന്നെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയും ഒക്കെ എന്താണ് ആ ഒരു പൊസിഷനിൽ വരുന്നതാണ്. ഓക്കെ, അപ്പം ഗ്രോത്ത് നല്ലതാണ്, വേക്കൻസിയും കൂടെ നോക്കിയിട്ടാണ് ഞാൻ ഈ ഒരു ഓർഡർ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൊടുക്കാവുന്നതാണ്. ഓക്കെ,
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ. ഇത് സെറ്റാക്കി വെക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യുന്നതിലേക്ക് പോകാം. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, നല്ല അടിപൊളിയായിട്ട് പഠിക്കണം അല്ലെ. അപ്പോൾ അടിപൊളിയായിട്ട് സൈലം ബാങ്കിങ്ങിനോടൊപ്പം പഠിക്കാൻ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നമ്മളുടെ കൂടെ ഓഫ്ലൈനായി പഠിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ കൂടെ ഓൺലൈനായി പഠിക്കാം. ഓൺലൈനായിട്ട് പഠിക്കാനുള്ള നമ്മളുടെ ബേസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന, ബേസ് മുതൽ നമ്മൾ എല്ലാ വിഷയത്തിൻ്റെയും, ക്വാണ്ട് ആണെങ്കിലും റീസണിംഗ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും എടുത്തു തരുന്ന നമ്മളുടെ ഓൺലൈൻ ബാച്ചാണ് IBPS SBI ടാർഗറ്റ് ബാച്ച്. അപ്പൊ ഇതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂവും ഗ്രൂപ്പ് ഡിസ്കഷനും എല്ലാത്തിനുമുള്ള സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി ചിലർക്കുണ്ട് നമുക്ക് ഓൺലൈൻ മീൻസ് പ്രിലിംസ് ഓക്കെ ആണ്, പക്ഷെ ഞങ്ങൾക്ക് മെയിൻസ് ആണ് ബുദ്ധിമുട്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിലിംസ് ഓക്കെ ആണ്, മെയിൻസ് മാത്രം മതി, അല്ലെങ്കിൽ മെയിൻസും അതിനുശേഷമുള്ള ഇന്റർവ്യൂവിനും ഗ്രൂപ്പ് ഡിസ്കഷനും ഒക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. പക്ഷെ മെയിൻസ് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യണം എന്ന് ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം, എങ്ങനെ മെയിൻസിന് പ്രിപ്പയർ ചെയ്യണം. ഇപ്പൊ പ്രിലിംസിന്റെ ഡേറ്റും മെയിൻസിന്റെ ഡേറ്റും ക്ലാഷ് എന്നല്ല, രണ്ടും കൂടെ മിക്സ്ഡ് ആയിട്ടാണ് വന്നേക്കുന്നത് അല്ലെ. അപ്പൊ എങ്ങനെ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ചേർന്ന് മെയിൻസ് ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് മെയിൻസ് പഠിച്ച് സെറ്റ് ആകാവുന്നതാണ്. നമ്മളുടെ ക്ലാസ് ഓഗസ്റ്റ് 20 സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് 4000 മാത്രമാണ് നമ്മളുടെ കോഴ്സ് ഫീ വരുന്നത്. സോ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഇത് ഓൺലൈൻ ബാച്ചിന്റെ കാര്യമാണ്. ഇനി ഓഫ്ലൈൻ ആണെങ്കിലോ, കോഴിക്കോട് വെസ്റ്റ് ഹിൽ ക്യാമ്പസിൽ നമുക്ക് റെഗുലർ ബാച്ചും റണ്ണിംഗ് ആണ്, അതേപോലെ തന്നെ റിപ്പീറ്റേഴ്സ് ബാച്ചും റണ്ണിംഗ് ആണ്. റിപ്പീറ്റേഴ്സ് ബാച്ചും ഉണ്ട്, അതേപോലെ തന്നെ റെഗുലർ ബാച്ചും. പുതിയ ബാച്ച് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. വരാൻ പോകുന്ന എല്ലാ ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എക്സാമിന്റെയും പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂവും ഗ്രൂപ്പ് ഡിസ്കഷനും എല്ലാത്തിനുമുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് നമ്മുടെ കൂട്ടത്തിൽ ചേർന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പാക്കുക. വേണ്ട ഈ നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. കഴിഞ്ഞിട്ടില്ല, ഇനി നമുക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യുന്നതിലേക്ക് പോകാം. സോ IBPS ക്ലർക്ക് അപ്ലൈ ചെയ്യാനായി IBPSന്റെ സൈറ്റിലേക്ക് പോവുക. www.ibps.in എന്ന വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുക. IBPSന്റെ സൈറ്റിലേക്ക് കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ കോമൺ റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് കാണാൻ സാധിക്കും. അതിൽ CRP CSA കസ്റ്റമർ സർവീസ് അസോസിയേറ്റ്, അതാണ് നമ്മളുടെ IBPS ക്ലർക്ക്. അതിൽ ഏറ്റവും ആദ്യം കിടക്കുന്ന CRP ക്ലർക്കിൽ കേഡർ 15 സെലക്ട് ചെയ്യുക. ദെൻ ആദ്യം തന്നെ 1 ഓഗസ്റ്റിനാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. സോ അത് ക്ലിക്ക് ചെയ്യുക. ദെൻ ആദ്യം ടോപ്പ് റൈറ്റ് കോർണറിൽ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മളുടെ ബേസിക് ഇൻഫോർമേഷൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മളുടെ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID. അപ്പോൾ നമ്മളുടെ പേരൊക്കെ കൊടുക്കുമ്പോൾ SLC-ക്കകത്തിൽ എങ്ങനെയാണോ അത് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, തെറ്റരുത്. സോ ഫസ്റ്റ് നെയിം കൊടുക്കൂ, അത് തന്നെ കൺഫേം ചെയ്യുക. എനിക്ക് അഞ്ജു ആണ് എൻ്റെ പേര്, എനിക്ക് മിഡിൽ നെയിം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മിഡിൽ നെയിം സ്കിപ്പ് ചെയ്ത് ലാസ്റ്റ് നെയിമിലേക്ക് കടന്നു. മിഡിൽ നെയിം ഉള്ളവർ അത് കൊടുക്കുക, അത് കൺഫേം ചെയ്യുക. അതിനുശേഷം താഴേക്ക് പോകുമ്പോൾ മൊബൈൽ നമ്പർ വർക്കിംഗ് ആയിട്ടുള്ളത് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിലോ നമ്മുടെ പാസ്വേഡും രജിസ്ട്രേഷൻ നമ്പറും എല്ലാം ഈ ഒരു മെയിൽ ID ആൻഡ് മൊബൈൽ നമ്പറിലേക്കായിരിക്കും അവർ അയക്കുക. സോ നമ്മൾ ആദ്യം മൊബൈൽ നമ്പർ കൊടുക്കുക, അത് കൺഫേം ചെയ്യുക. അതേപോലെ തന്നെ മെയിൽ ID കൊടുക്കുക. ഡൊമൈൻ സെലക്ട് ചെയ്യുക ഏതാന്നുള്ളത്, ദെൻ അത് കൺഫേം ചെയ്യാം. ഓക്കെ, ഇത് കൊടുത്തതിന് ശേഷം നമ്മൾ സെക്യൂരിറ്റി കോഡ് കൊടുക്കുക. എല്ലാം കൊടുത്ത് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, അവർ എടുത്ത് ചോദിക്കുന്നുണ്ട് എല്ലാം കറക്റ്റ് ആണോ, പിന്നീടുള്ള ഒരു എഡിറ്റ് പറ്റില്ല. സോ നമ്മുടെ പേരും മൊബൈൽ നമ്പറും ഇമെയിൽ ID ഒക്കെ കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നമ്മുടെ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചറിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഓൾറെഡി സെറ്റാക്കി വെച്ചേക്കാണ്. നമ്മൾ വേണ്ട സൈസിലെല്ലാം നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക, ദെൻ കൊടുക്കുക. ഇതിനുശേഷം ഇത് കൂടാതെ നമ്മൾ ഫോട്ടോ ക്യാപ്ചർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ലാപ്പ് വഴി നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്തിട്ട് മൊബൈൽ വഴിയും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ സ്കാൻ ചെയ്ത് മൊബൈൽ വഴിയാണ് ചെയ്യുന്നത്.
ഓക്കെ, ദെൻ ക്യാപ്ചർ ചെയ്തു. ക്യാപ്ചർ ചെയ്തതിന് ശേഷം അതിവിടെ അപ്ലോഡ് ആകുന്നത് നോക്കുക. ഓക്കെ, അപ്ലോഡ് ആയതിനു ശേഷം കൺഫർമേഷൻ കൊടുക്കുക, ഇത് നമ്മളുടെ ഫോട്ടോ തന്നെയാണെന്ന്. ദെൻ അതിനുശേഷം നമ്മളുടെ സിഗ്നേച്ചർ നമ്മൾ സെലക്ട് ചെയ്യുക, സിഗ്നേച്ചർ കൊടുക്കുക. ദെൻ ഐ കൺഫർമേഷൻ കൊടുക്കുക, നമ്മളുടെ സിഗ്നേച്ചർ തന്നെയാണെന്ന്. ദെൻ നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ടേക്ക് പോവുക. ഇനി നമ്മളുടെ എല്ലാ ബേസിക് ഡീറ്റെയിൽസും കൊടുക്കുന്നതെല്ലാം കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയിരിക്കണം. ആദ്യം തന്നെ കാറ്റഗറി കൊടുക്കുമ്പോൾ നമ്മൾ പിന്നീട് അതിനൊരു ചേഞ്ച് IBPS സമ്മതിക്കില്ല. സോ കൊടുക്കുന്ന ടൈമിൽ തന്നെ ഉറപ്പ് വരുത്തുക നമ്മളുടെ കയ്യിൽ റിക്വയർഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഉണ്ടോ എന്നുള്ളത്. നമുക്കിപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട, പക്ഷേ നമ്മൾ എപ്പോഴാണോ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് പോകേണ്ടത് അപ്പോൾ നമ്മളത് ഹാജരാക്കേണ്ടി വരും. ഓക്കെ, ഞാൻ ഓൾറെഡി നോട്ടിഫിക്കേഷൻ്റെ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം EWS ആണെങ്കിലും OBC നോൺ ക്രീമി ലെയർ ആണെങ്കിലും ഒക്കെ നമ്മൾ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അവർ പറഞ്ഞിട്ടുള്ള ഡേറ്റിൽ. അപ്പം ഞാനിപ്പോൾ ഇവിടെ ജനറൽ കൊടുത്ത് മുന്നോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ കാറ്റഗറി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ദെൻ നമുക്ക് എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുത്ത് മുന്നോട്ടേക്ക് പോവുക. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ യെസ് കൊടുക്കുന്നവർ അത് ഫില്ല് ചെയ്യുക. ദെൻ ഇതൊന്നും നമുക്ക് കൊടുക്കേണ്ട കാര്യമല്ല. ഓക്കെ, താഴത്തേക്ക് വരാം. നമുക്ക് താഴത്തേക്ക് നോക്കിക്കേ. ആർ യു എ പേഴ്സൺ വിത്ത് സ്പെസിഫൈഡ് ഡിസബിലിറ്റി. അപ്പം നമുക്ക് എന്തെങ്കിലും വേറെ ഡിസബിലിറ്റി ഉണ്ടോന്നാ, ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുത്ത് മുന്നോട്ടേക്ക് പോകാം. ഇതപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിസേബിൾ ആകും. ദെൻ അതിനുശേഷം നമ്മളുടെ റിലീജൻ ഏതാണോ റിലീജൻ അത് കൊടുക്കുക. നമ്മൾ മൈനോറിറ്റിയിൽ പെടുന്ന ആളാണെങ്കിൽ യെസ് കൊടുത്ത് മുന്നോട്ടേക്ക് പോകുക, ഇല്ലെങ്കിൽ നോ കൊടുത്ത് മുന്നോട്ടേക്ക് പോകാം. ഇനി നമ്മൾ ഏതെങ്കിലും ഗവൺമെന്റ് സർവീസിൽ വർക്ക് ചെയ്യുന്ന ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഇനി എക്സ് സർവീസ്മാൻ ആണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുത്ത് മുന്നോട്ടേക്ക് പോകാം. എക്സ് സർവീസ്മാൻ ആണെങ്കിൽ നിങ്ങളുടെ ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം പ്രോപ്പറായിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നോക്കിക്കേ, നമ്മളൊരു ഡിപ്പെൻഡൻ്റ് ആണോ ഓഫ് സർവീസ്മാൻ കിൽഡ് ഇൻ ആക്ഷൻ ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുത്ത് മുന്നോട്ടേക്ക് പോകുക. ഓക്കെ, അത് ഓൾറെഡി ഡിസേബിൾഡ് ആണ്. ദെൻ നമുക്ക് മുന്നോട്ടേക്ക് പോകാം. ഇവിടെ നോക്കിക്കുക, ആർ യു സീക്കിംഗ് റിലാക്സേഷൻ അണ്ടർ വിഡോ ഡിവോഴ്സ്ഡ് വിമൻ. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ല എന്നുണ്ടെങ്കിൽ നോ കൊടുത്ത് മുന്നോട്ടേക്ക് പോവുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹാവ് യു അപ്പിയർഡ് ഫോർ ദി CRP ഓഫ് ക്ലറിക്കൽ കേഡർ ഏർലിയർ. നമ്മൾ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ അതിന്റെ മുന്നിലത്തെ വർഷം ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടോ? മേ ബി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. ഉള്ളവർ യെസ് കൊടുക്കുക, ഇല്ലാത്തവർ നോ കൊടുക്കുക. ഇനി എത്ര എണ്ണം എഴുതിയിട്ടുണ്ട്, ഇത് എത്ര എണ്ണം അറ്റംപ്റ്റ് ആയാലും നമുക്ക് പ്രശ്നമില്ല. അപ്പം നിങ്ങൾ 2 എണ്ണം എഴുതിയിട്ടുണ്ടെങ്കിൽ 2, ഒന്നെങ്കിൽ 1. ഇപ്പോൾ 1 ആണെങ്കിൽ ഇവിടെ 1 കൊടുക്കുക. നിങ്ങൾ ഏതാണോ, ഇപ്പം നിങ്ങൾ കഴിഞ്ഞ വർഷമാണ് എഴുതിയത് എന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി ഇപ്പോൾ നിങ്ങൾ 2 എണ്ണം ഉണ്ടെങ്കിൽ 2 കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ കൺട്രോൾ പ്ലസ് ചെയ്തിട്ട് ഇത് 2ഉം സെലക്ട് ചെയ്താൽ മതി. ഏതാണോ നിങ്ങൾ എഴുതിയത് അത് കൊടുക്കുക. അതിൽ കാര്യമല്ല, നമുക്ക് ഇത്ര ലിമിറ്റ് ഒന്നും ഇല്ല. ദെൻ ആർ യു ട്രെയിൻഡ് അപ്രന്റീസ് ഓഫ് എനി പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക്. നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 11 പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ എവിടെയെങ്കിലും അപ്രന്റീസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക. കറക്റ്റ് അത് ഡേറ്റും കാര്യങ്ങളും എല്ലാം അവർ ബാക്കി ചോദിച്ചിരിക്കുന്നത് കൊടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നോ കൊടുത്ത് മുന്നോട്ടേക്ക് പോകാം. ഇനി നമ്മളുടെ നാഷണാലിറ്റി ഏതാണ്, ഏത് സ്റ്റേറ്റിലേക്കാണ് അറിയാലോ. നമ്മുടെ ക്ലർക്കൽ കേഡർ ആണ്. അപ്പോൾ സ്റ്റേറ്റ് വൈസ് ആണ് വേക്കൻസി വരിക. ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിച്ചോണം, നമ്മൾ ഏത് സ്റ്റേറ്റിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അവിടുത്തെ ലാംഗ്വേജ് നമുക്ക് നന്നായിട്ട് അറിയണം. എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിവുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റേറ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ കേരളയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതാണ്ട് ഇവിടെ മലയാളം മാത്രമാണ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുക. മലയാളം ഓട്ടോമാറ്റിക്കലി വരും. അവരിവിടെ പറഞ്ഞിട്ടുണ്ട്, ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഐ ആം പ്രൊഫിഷ്യന്റ് ഇൻ റീഡിംഗ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ദി എബോവ് ഓപ്റ്റഡ് സ്പെസിഫൈഡ് ലോക്കൽ ലാംഗ്വേജ് ഓഫ് ദി സ്റ്റേറ്റ്. അപ്പോൾ അത് യെസ് കൊടുക്കുക. അത് ഡെഫിനറ്റ് ആയിട്ടും കൊടുത്തേ പറ്റൂ. ആ ക്വസ്റ്റ്യൻ മാൻഡേറ്ററി ആണ്. ഇനി നോക്കിക്കേ, ഡു യു ഹാവ് 10th സ്റ്റാൻഡേർഡ് ഓർ എബോ മാർക്ക് ഷീറ്റ് സർട്ടിഫിക്കറ്റ് എവിഡൻസിംഗ് ഹാവിംഗ് സ്റ്റഡീഡ് എബോ ദി ഓപ്റ്റഡ് സ്പെസിഫൈഡ് ലോക്കൽ ലാംഗ്വേജ്. നമ്മൾ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് LPT സ്ട്രിക്റ്റ് ആക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ 10ൽ നമ്മളുടെ ഈ ഭാഷ പഠിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് LPT ഉണ്ടാകില്ല. ഇപ്പം നമ്മൾ കേരളം കൊടുത്തു, നമ്മൾ സാധാ SLC ആണെങ്കിൽ നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം അല്ലേ, ഫസ്റ്റ് ലാംഗ്വേജും ഇതും നമ്മൾ മലയാളം പഠിച്ചിട്ടുണ്ട്. സോ അത് നമുക്ക് സർട്ടിഫിക്കറ്റിൽ കാണിക്കാൻ പറ്റുന്നുണ്ട്. സോ യെസ് കൊടുക്കുക. ഇനി CBSE ആണ് പഠിച്ചത്, നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിരിക്കും, മലയാളം കാണിക്കാനില്ല എന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. പക്ഷെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇപ്പം അങ്ങനെ നിങ്ങൾ നോ കൊടുക്കുമ്പോൾ ഇപ്പം ആദ്യത്തെ ഒരു കാര്യം പറയും, ഇവിടെ ഇപ്പം ഞാൻ യെസ് ആ കൊടുത്തത്. അടുത്തത് നോക്കിക്കുക, ഐ വിൽ സബ്മിറ്റ് 10th ഓർ എബോ സ്റ്റാൻഡേർഡ് മാർക്ക് ഷീറ്റ് എവിഡൻസ് സ്റ്റഡീഡ് എബോ ദി ഓപ്റ്റഡ് സ്പെസിഫിക് ലോക്കൽ ലാംഗ്വേജ് അറ്റ് ദി ടൈം ഓഫ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. DVയുടെ ടൈമിൽ ഞാൻ സർട്ടിഫിക്കറ്റ് കാണിക്കും. യെസ് കൊടുക്കാം.
പക്ഷേ ഇവിടെ അത് കാണിക്കാനില്ല എന്നുണ്ടെങ്കിൽ ഇത് നോ ആണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യണം? ദാണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്നതായിരിക്കണം നമ്മൾ ടിക്ക് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഐ വിൽ ബി റിക്വയർഡ് ടു അണ്ടർഗോ എ ലോക്കൽ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ്. എനിക്ക് സർട്ടിഫിക്കറ്റ് കാണിക്കാൻ, സർട്ടിഫിക്കറ്റിൽ ഞാൻ ആ ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ട് എന്ന് കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് LPT ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ സർട്ടിഫിക്കറ്റിലുള്ളവർ യെസ് കൊടുക്കുക, അല്ലാത്തവർ നോ കൊടുത്ത് ഇത് രണ്ടും കൊടുത്ത് മുന്നോട്ടേക്ക് പോവാം. ഓക്കെ, യെസ്. ഇനി നമ്മുടെ പ്രിഫറൻസ് ഏതാണ്? എക്സാമിനേഷൻ സെന്റർ എവിടെയാണ്? നമ്മൾ കേരളം കൊടുത്തത് കൊണ്ട് അവിടുത്തെ ഡിസ്ട്രിക്റ്റ് മാത്രമേ നമുക്ക് വെക്കാൻ പറ്റൂ. ഏതെങ്കിലും 3 ഡിസ്ട്രിക്റ്റ് നിങ്ങൾക്ക് അടുത്ത് പോകാൻ പറ്റുന്നത് ഏതാണോ അത് കൊടുക്കാം. അതേപോലെ തന്നെ മെയിൻസ് എക്സാമിനേഷനും എഴുതാൻ എവിടെയാണോ നിങ്ങളുടെ സെന്റർ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നത് അവിടേക്ക് കൊടുക്കാം. ദെൻ അതിനുശേഷം ഐ ഇൻറ്റെൻഡ് ടു ബ്രിങ് ദി ഫോളോയിങ് ID. ഇപ്പം നമ്മൾ എക്സാമിന് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഏത് ID കാർഡാണോ അപ്പോൾ കൊണ്ടുപോകുന്നത്, അതൊരു കാര്യം കൂടെ അവർ ചോദിച്ചിട്ടുണ്ട്. ഐ കൺഫേം മൈ നെയിം ഓൺ ദിസ് ID ആൻഡ് ദിസ് ആപ്ലിക്കേഷൻ ഈസ് എക്സാക്ട്ലി മാച്ച്. അതായത് ഞാൻ എൻ്റെ ആപ്ലിക്കേഷനിൽ ഏത് പേരാണോ കൊടുത്തിട്ടുള്ളത് അത് തന്നെയാണ് എൻ്റെ ID കാർഡിലെന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യുക. ഇനി ഏത് ID ആണോ നിങ്ങൾ കൊടുക്കുന്നത് അത് കൊടുക്കുക. ഇപ്പം ID പ്രൂഫ് നമ്പർ ഇവിടെ കൊടുക്കണം എന്ന് നിർബന്ധമില്ല, മാൻഡേറ്ററി ആയിട്ട് കാണിച്ചിട്ടില്ല. ഇനി kindly indicate medium of paper, how you would like the paper to be presented to you. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് കാണേണ്ടത്? ഒന്നെങ്കിൽ ഇംഗ്ലീഷ് ഹിന്ദി ഉണ്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മലയാളം ഉണ്ട്. ഈ മലയാളം നമ്മൾ എന്തായാലും മലയാളത്തിൽ ക്വസ്റ്റ്യൻ വായിക്കാൻ പോകുന്നില്ല അല്ലെ. നമ്മളിപ്പോൾ പസിൽസ് ആണെങ്കിലും അല്ലെങ്കിൽ ക്വാണ്ട് ആണെങ്കിലും ഒന്നും മലയാളത്തിൽ ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കാൻ പോകുന്നില്ല. അപ്പോൾ മലയാളത്തിന്റെ ഫോണ്ട് ഇച്ചിരി കൂടെ വലുതാണ്, ഹിന്ദി ആകുമ്പോൾ ഇച്ചിരി കൂടെ ഫോണ്ട് ചെറുത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ ഇച്ചിരി കൂടെ നല്ലത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, നമ്മൾ എന്തായാലും ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലെ വായിക്കും. ദെൻ അതിനുശേഷം നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാതെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ഓക്കെ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചതാണ്. ഓക്കെ, ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് കൊടുക്കുക. ദെൻ നമ്മുടെ ജെൻഡർ ഏതാണോ, മെയിൽ ആണെങ്കിൽ മെയിൽ, ഫീമെയിൽ ആണെങ്കിലും ഫീമെയിൽ. ദെൻ നമ്മൾ മാരീഡ് ആണോ അല്ലയോ എന്ന് കൊടുക്കുക. ദെൻ ആധാർ നമ്പർ, അതിൻ്റെ കൺസെൻറ്റ് ചോദിച്ചിട്ടുണ്ട്, യെസ് കൊടുത്ത് മുന്നോട്ടേക്ക് പോവുക. ഇനി നമുക്ക് ആരെങ്കിലും ട്വിൻ ബ്രദർ ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുത്ത് മുന്നോട്ടേക്ക് പോവുക. ഇനി അതേപോലെ തന്നെ നമ്മുടെ ഫാദറിൻ്റെ നെയിം, അതേപോലെ തന്നെ മദറിൻ്റെ നെയിം, ഇതെല്ലാം മാൻഡേറ്ററി ആണ്. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മുടെ അഡ്രസ്സ്, ഇതെല്ലാം തെറ്റാതെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഏതാണോ സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ് ഏതാണോ അത് കൊടുക്കുക. ദെൻ നമ്മുടെ കറസ്പോണ്ടന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് മുന്നോട്ടേക്ക് പോകാം. അഥവാ ഇനിയല്ല എന്നുണ്ടെങ്കിൽ രണ്ടും രണ്ടായിട്ട് തന്നെ കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ GST ഏതാണോ, ഏത് അഡ്രസ്സാണോ, രണ്ടും സെയിം ആണെങ്കിൽ ഏത് കൊടുത്താലും നോ ഇഷ്യൂ. ഇനി നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് വാലിഡേറ്റ് ചെയ്യുക. അപ്പോൾ എന്തോ ഒരു എറർ കാണിക്കുന്നുണ്ട്, നമുക്കൊന്ന് നോക്കാം. മേ ബി നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്സായിട്ടുണ്ടാകാം. യെസ് ദാണ്ട് ഇവിടെ ID പ്രൂഫ് നമ്പർ കൊടുക്കണമായിരുന്നു. ഓക്കെ, അപ്പോൾ ID പ്രൂഫ് നമ്പർ നമ്മളിവിടെ കൊടുക്കണം. ഓക്കെ, ഞാനത് മാൻഡേറ്ററി അല്ല. ഇപ്പം നമ്മൾ ഏതാണോ കൊണ്ടുപോകുന്നത് അതിൻ്റെ ID പ്രൂഫ് നമ്പർ നമ്മളങ്ങ് കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മുടെ ഡീറ്റെയിൽസ് വാലിഡേറ്റ് ചെയ്യുക. എഗെയിൻ എന്തോ ഒരു എറർ കാണിക്കുന്നുണ്ടല്ലോ. യെസ് ദാണ്ട് ഇവിടെ നമ്മൾ ഡു യു രജിസ്റ്റർ ഓൺ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്, നമ്മൾ അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുത്ത് മുന്നോട്ടേക്ക് പോവാം. നമ്മൾ വേറെ ഒന്നും സ്കിപ്പ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. യെസ് ദാണ്ട് ആർ യു എ ഡിപ്പെൻഡന്റ് ഓഫ്, അത് ഞാൻ നേരത്തെ കൊടുക്കാൻ നോക്കിയപ്പോൾ അവിടെ ക്ലിക്ക് ആകുന്നില്ലായിരുന്നു. അപ്പോൾ ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുത്ത് മുന്നോട്ടേക്ക് പോവുക. ഇപ്പോൾ ഓൾമോസ്റ്റ് കറക്റ്റ് ആണെന്ന് തോന്നുന്നു. നമ്മൾ കുറേ എണ്ണം നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അവിടെ നമുക്ക് മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നമില്ല, നമ്മൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലും ഇതിവിടെ കാണിക്കും. അപ്പോൾ വെരിഫൈഡ് സക്സസ്ഫുള്ളി കാണിച്ചു, ഓക്കെ കൊടുത്ത് മുന്നോട്ടേക്ക് പോവുക. ദെൻ അടുത്ത നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ SLC ഏതാണോ, അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിൽ സ്റ്റേറ്റ് ബോർഡ്, അല്ലെങ്കിൽ CBSE ആണെങ്കിൽ CBSE ഏതാണോ അത് കൊടുക്കുക. ദെൻ നമ്മൾ എന്നാണോ പാസ്സായത് ആ ഡേറ്റ് കൊടുക്കുക.
നമ്മുടെ സർട്ടിഫിക്കറ്റിൽ കാണും നമ്മുടെ പെർസെൻറ്റേജ് എത്രയാണോ നമ്മുടെ പെർസെൻറ്റേജ് അത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ് എത്രയാണോ അത് കൊടുക്കുക. ദെൻ അതേപോലെ തന്നെ നമ്മുടെ ഡിഗ്രി ഏതാണോ യൂണിവേഴ്സിറ്റി അത് തന്നെ കൊടുക്കുക. നമ്മുടെ ഡിഗ്രി ഏതാണോ BA ആണോ BSc ആണോ BTech ആണോ ഏതാണെന്നുള്ളത് തെറ്റാതെ കൊടുക്കുക. നമ്മുടെ സർട്ടിഫിക്കറ്റും ഡേറ്റും ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് വേണം എന്നില്ല, ബട്ട് നമ്മളുടെ റിസൾട്ട് വന്ന ഡേറ്റ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ പെർസെൻറ്റേജും കൊടുത്ത് മുന്നോട്ടേക്ക് പോവാം. ഇപ്പം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലില്ല, നമുക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ്റെ ടൈമിലേക്ക് മതി. പക്ഷേ നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്നാണോ റിസൾട്ട് വന്നത് ആ ഡേറ്റ് കൊടുത്ത് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാം. റിസൾട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി പെർസെൻറ്റേജ് അറിയാമായിരിക്കുമല്ലോ. ഞാൻ എടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഡു യു ഹാവ് ഓപ്പറേറ്റിംഗ് ആൻഡ് വർക്കിംഗ് നോളജ് ഇൻ കമ്പ്യൂട്ടർ സിസ്റ്റം? അത് യെസ് കൊടുത്തേ പറ്റൂ, അറിയാലോ കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അവർ ചോദിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസ് ഓഫ് കമ്പ്യൂട്ടർ നോളജ്, അതായത് സർട്ടിഫിക്കറ്റ് ഇൻ ഡിപ്ലോമ ഇൻ ഡിഗ്രി ഇൻ ഹൈസ്കൂൾ ഓർ കോളേജ്. അതായത് ഏതെങ്കിലും നമ്മളൊരു ഡിപ്ലോമ കോഴ്സ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഗ്രി കോഴ്സ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ അതിനെ സ്കൂളിലോ കോളേജിലോ പഠിച്ചിട്ടുണ്ടോ. അതായത് നിങ്ങൾ 10ൽ ഇപ്പോൾ സാധാ SLC ആണെങ്കിൽ IT ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ IT കൊടുക്കാം. ഇനി ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടറിൻ്റെ ഏതെങ്കിലും ഒരു സെമസ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് മതി, സെപ്പറേറ്റ് നിങ്ങൾ സർട്ടിഫിക്കറ്റ് എടുക്കേണ്ട കാര്യം ഇല്ല. ഓക്കെ, ഇനി അഥവാ അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കമ്പ്യൂട്ടർ സെന്ററിൽ ചെന്നാൽ നിങ്ങൾക്ക് 2-3 മാസത്തെ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, ഇല്ലെങ്കിൽ അതൊന്നും ചെയ്യണ്ട. ദെൻ പ്രീ എക്സാമിനേഷൻസ് ട്രെയിനിങ് അത് എല്ലാ കാറ്റഗറിക്കും ഇല്ല, അത് നമുക്ക് SC ST OBC മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്ക് മാത്രമേ ഉള്ളൂ. ദെൻ ലാംഗ്വേജസ് അറിയാവുന്ന മലയാളം കമ്പൽസറി ആണ്, അവിടെ റീഡ് റൈറ്റ് ആൻഡ് സ്പീക്ക് എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി ബാക്കി ഏതൊക്കെ ഭാഷകൾ നിങ്ങൾക്ക് അറിയാമോ അത് കൊടുക്കുക. ഓക്കെ, അതെല്ലാം റീഡ് റൈറ്റ് ആൻഡ് സ്പീക്ക്. ദെൻ നമ്മുടെ ഡീറ്റെയിൽസ് വാലിഡേറ്റ് ചെയ്യുക. ഇവിടെ ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വെദർ എനി പ്രോസിക്യൂഷൻ ഹാസ് ബീൻ അവാർഡഡ് ബൈ എനി കോർട്ട് ഓർ ലോ, നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒഫൻസോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടോ, അപ്പോൾ അത് നോ കൊടുക്കുക. ഓക്കെ, ദെൻ അഗെയിൻ നമുക്ക് വാലിഡേറ്റ് ചെയ്യാം. യെസ്, എല്ലാം കറക്റ്റ് ആണ്, ഓക്കെ കൊടുത്ത് മുന്നോട്ടേക്ക് പോവാം. ഇനി നമുക്ക് ബാങ്കിന്റെ പ്രിഫറൻസ് ആണ്. നേരത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, നമ്മളുടെ വേക്കൻസി മാത്രമല്ല നമ്മളുടെ ബാങ്കിന്റെ പ്രോഫിറ്റബിലിറ്റി, അതേപോലെ തന്നെ ഗ്രോത്ത് കാര്യങ്ങളെല്ലാം നോക്കിയിട്ടായിരിക്കണം കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ ഓൾറെഡി ഒരു ഓർഡർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതനുസരിച്ചിട്ട് കൊടുക്കുക. ഇവിടെ ഇപ്പം ഞാൻ അതൊന്നും നോക്കിയിട്ടല്ല കൊടുക്കുന്നത്, ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ബാങ്കും കൊടുത്തേക്കുക, ഒരു ബാങ്ക് പോലും കൊടുക്കാതിരിക്കേണ്ട. ഞാനിപ്പോൾ ആ ഓർഡറിലൊന്നും അല്ല കൊടുക്കുന്നത്, ഞാൻ ജസ്റ്റ് ഇതെല്ലാം ഇപ്പം ക്ലിക്ക് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓർഡറിലാണോ കൊടുക്കേണ്ടത് ആ ഓർഡറിൽ നിങ്ങളുടെ ബാങ്കിന്റെ പ്രിഫറൻസ് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കൊടുക്കേണ്ട കറക്റ്റ് ഓർഡർ ഏതാണോ അത് തന്നെ നോക്കി കൊടുക്കുക. ഓക്കെ, യെസ്. ദെൻ അതിനുശേഷം നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ടേക്ക് പോവാം. നിങ്ങൾക്ക് വാലിഡേറ്റ് ചെയ്യാം. ഇപ്പം നമ്മളിത് മുഴുവനും കൊടുക്കേണ്ടി വരും, കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിൽ എറർ കാണിക്കും. ദെൻ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ടേക്ക് പോവുക. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ ആയിട്ടുണ്ട്. ഓരോന്നും കൃത്യമായിട്ട് വായിച്ചു നോക്കുക. നമ്മൾ കൊടുത്തിരിക്കുന്നത് കൃത്യമായിട്ട് വായിച്ചു നോക്കണം. പിന്നെ നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് ഫോട്ടോ ക്യാപ്ചർ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം ഉറപ്പ് വരുത്തിയിരിക്കണം. ഓക്കെ, അത് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ബ്ലർഡായി പോകാൻ പാടില്ല, അത് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ അഡ്രസ്സും കൊടുത്ത ഫോൺ നമ്പറും എല്ലാം കറക്റ്റ് ആണോ, എല്ലാം കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് താഴോട്ട് വായിച്ചു നോക്കുക. എല്ലാം ഓക്കെ ആണ്, നമ്മുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം, ബാങ്കിന്റെ പ്രിഫറൻസ് എല്ലാം ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എഡിറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ബാക്ക് ഓപ്ഷൻ ഉണ്ട്, ഇത് കൊടുത്ത് നിങ്ങൾക്ക് ബാക്കിൽ പോയിട്ട് നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാം. എല്ലാം ഓക്കെ ആണെങ്കിൽ ഐ അഗ്രി കൊടുക്കുക. ഐ കൺഫേം ദാറ്റ് മൈ നെയിം ആസ് ഫിൽഡ് ബൈ മീ ഇൻ ദി ആപ്ലിക്കേഷൻ എക്സാക്ട്ലി മാച്ചസ് വിത്ത് മൈ ID പ്രൂഫ്. ഓക്കെ, യെസ് കൊടുക്കുക. ദെൻ അതിനുശേഷം കംപ്ലീറ്റ് രജിസ്ട്രേഷൻ കൊടുക്കുക. അവരെടുത്ത് ചോദിക്കുന്നുണ്ട് എല്ലാം ഓക്കെ ആണോ. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എഡിറ്റ് പറ്റത്തില്ല. ഓക്കെ, യെസ് കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ടേക്ക് പോവാം. ഇനി നമുക്ക് എന്താ നമ്മളുടെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ, SLCയുടെ PDF. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രിവ്യൂ നോക്കുക, ഓക്കെ കൊടുക്കുക. ദെൻ അതിനുശേഷം നോക്കിക്കുക ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ നമ്മൾ ഓൾറെഡി ഓക്കെ കൊടുത്ത് മുന്നോട്ടേക്ക് പോവാം.
യെസ്. ഇനിയും ഐ കൺഫേം ദാറ്റ് ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ തമ്പു എല്ലാം നമ്മളുടെ തന്നെയാണ്, വാലിഡ് ആണ്. പിന്നെ ഡിജി ലോക്കറിന്റെ കാര്യം അത് യെസ് കൊടുത്ത് എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് പോവുക. ഓക്കെ ഓക്കെ, യെസ്സോ നോയോ അത് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ദെൻ സെക്യൂരിറ്റി കോഡ് നമുക്ക് നോക്കാം. 33VJV. ദെൻ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ടേക്ക് പോവാം. ഓക്കെ, ദെൻ ഇനി ലാസ്റ്റ് നമ്മളുടെ പേയ്മെന്റ് ഓപ്ഷൻ ആണ്. സോ ആ പേയ്മെന്റ് ഓപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് സബ്മിറ്റ് ചെയ്ത് ഏതെങ്കിലും കൊടുത്ത് നമുക്ക് മുന്നോട്ടേക്ക് പോകാം. ദെൻ ഓൺലൈനായിട്ടാണ് പേയ്മെൻറ്റ്, അത് ഡെബിറ്റ് കാർഡോ ഇന്റർനെറ്റ് ബാങ്കിങ്ങോ UPI ഏത് വേണമെങ്കിലും യൂസ് ചെയ്ത് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കിയെങ്കിൽ മാത്രമേ നമുക്ക് എക്സാം എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ ഇതോട് കൂടിയിട്ട് നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ്ലി കഴിഞ്ഞു. അപ്പോൾ ഇനി ഒറ്റ കാര്യമുള്ളൂ, നന്നായിട്ട് പഠിക്കുക എല്ലാവരും. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്.